ഗിരീഷേ, നമുക്കൊരു ഗേറ്റ് ചെയ്താലോ? ബാ. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫിറ്റിംഗ് എല്ലാം നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പെയിൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ്. ആട്ടോക്കോട്ട് ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ട്യൂബുകളെല്ലാം തന്നെ അപ്പോളോയുടെ 16 kg വരുന്ന GP ട്യൂബുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 2 ലേസർ കട്ടിങ്, അതായത് നമുക്ക് സൈറ്റ് മെഷർമെൻറ്റിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോവാം. വാ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെക്സ ബ്ലാക്ക് ആണ്. ഇത് എപ്പോക്സി പ്രൈമറാണ്. ഈ പ്രൈമറാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇതിന് അടിക്കാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലോ കോട്ട്, എസ് ഡിയുടെ സെല്ലോ കോട്ട്, ആട്ടോ കോട്ട് പെയിൻ്റാണിത്. അപ്പോൾ ഇതിൻ്റെ 2 കോട്ട് പെയിൻറ്റും കൂടെ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ PU ക്ലിയർ, ഈ കാണുന്ന ക്ലിയർ, ഇത് PU ആണ്. അപ്പോൾ ഈ ഒരു ക്ലിയറും കൂടെ അടിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ആക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇരിക്കുന്ന SPL ഷീറ്റ്, ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന SPL ഷീറ്റാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് എല്ലാം ഫിനിഷ് ആയതിനു ശേഷം മാത്രമേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം ഡിസൈനിലുള്ള 2 ഗേറ്റുകളാണ് നമ്മൾ ഒരേ സമയം വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേഷൻ ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുപോലത്തെ മനോഹരമായ ഗേറ്റുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി.